അദ്ദേഹം ഒരിക്കലും വടികൊടുത്ത് അടി വാങ്ങിയതല്ല. അദ്ദേഹം സാധാരണക്കാരൻ ഒരുവനായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരുപാട് പേര്, നമുക്കറിയാം, നമ്മുടെ സംഘടന ഇടപെട്ട ഒരുപാട് കേസുകളുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ കുറ്റക്കാരെന്ന് പറയുന്ന എല്ലാം ജയിലിൽ കിടക്കുന്ന എല്ലാവരും പക്കാ ക്രിമിനലുകളല്ല. ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തും ചെയ്യാതെയും ഒക്കെ നിരപരാധികളും ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ബോച്ചെ പോയതുപോലെ നിരപരാധി തന്നെയാണ് ഒരുപാട് പേര് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നീതിപീഠങ്ങൾ ഇങ്ങനെയും കുറച്ച് പേര് ഇവിടെ കഴിയുന്നുണ്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാതെ എന്നൊരു മെസ്സേജാണ് അദ്ദേഹം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതിൽ പോലും അദ്ദേഹത്തെ എങ്ങനെ വീണ്ടും ജയിലിലിടാം എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വളരെയധികം ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിക്കുവാനും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുവാനും തീരുമാനിച്ച കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തമാശ പറയുന്ന, ഡബിൾ മീനിങ് പറയുന്ന ഒരു വ്യക്തി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രശസ്തയായിട്ടുള്ള നടി അദ്ദേഹത്തിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയതും അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോഗ്രാമിന് പോവുകയും ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൈനീട്ടി എന്ന് പറഞ്ഞാൽ കൈനീട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ചത് ഈ പറയുന്ന നടിയാണ്. ഹണിറോസ് തന്നെയാണ് കയ്യെ പിടിക്കുകയും പിന്നെ അവിടെ റൗണ്ട് കറക്കുകയും ചെയ്തത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, കാരണം പറഞ്ഞു വരുന്ന തുടങ്ങുമ്പോൾ തന്നെ. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ വിചാരണ തടവുകാരായി അവിടെ കിടക്കുന്ന ആളുകളെല്ലാം ശുദ്ധന്മാരാണെന്ന് താങ്കളുടെ സംഘടന എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? കോടതിക്ക് മുൻപാകെ ഒരു ട്രയൽ പോലും നടക്കാത്ത കേസിൽ അതിന്റെ പ്രാഥമിക നടപടി എന്ന ജയിലിലടയ്ക്കപ്പെട്ട ആൾക്കൊക്കെ തന്നെ അങ്ങനെ വീരപട്ടം നൽകാൻ നിങ്ങൾ ആരാണ്? ബോബി ആരാണ്? അത് ഈ റിമാൻഡ് എന്ന് പറയുന്നത് കുറ്റം ഒരാളുടെ എതിരെ ആരോപിക്കുമ്പോഴാണ് റിമാൻഡ് ചെയ്യുന്നത്, മനസ്സിലായോ? അല്ലാതെ ഒരു ശിക്ഷ കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടില്ല നീ കുറ്റക്കാരനാണ് എന്നൊരിക്കലും കോടതി പറഞ്ഞിട്ടല്ല. ഇവിടെ ബോബി ചെമ്മണ്ണൂർ പോയതായാലും റിമാൻഡ് പ്രതികളായിട്ട് ആ ജയിലിൽ കഴിയുന്ന 64 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. 64 ആളുകൾ. അപ്പോൾ അവരും ആ പുരുഷന്മാരാണല്ലോ. അപ്പോൾ അവർക്കും ഈ ഐക്യദാർഢ്യം നിങ്ങൾ പ്രഖ്യാപിക്കുമോ? ഞാൻ പറയട്ടെ, ഒരു പെൺകുട്ടിയെ 5 വർഷം കൊണ്ട് ഈ 64 പേര് പീഡിപ്പിച്ചു. അല്ലല്ല, ഈ പ്രത്യേകം അങ്ങനെ സെലക്റ്റീവ് ആവല്ലേ? ഈ പത്തനംതിട്ടയിൽ 64 പേരുണ്ട്, അവരും പട്ടികയിലാണ്, അവരും ഓരോരുത്തരായി റിമാൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പുരുഷ വൈകാരികതയൊക്കെ അവർക്ക് എന്താണ് നൽകാത്തത് നിങ്ങൾ? തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കാരണവുമുണ്ട്. ഒരു പെൺകുട്ടിയെ 64 പേര് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഈ പെൺകുട്ടി അറിഞ്ഞില്ലേ? ഇത്രയും വർഷം ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് എന്നുള്ളത് എന്തുകൊണ്ട് ആ കുട്ടി അറിഞ്ഞില്ല? ഇത്രയും നമ്മൾ നോക്കണം. ഇനി ഇതിൽ കൂടും കേട്ടോ. ഈ 64 പേരല്ല, ചിലപ്പോൾ ഇനിയും മാത്രമേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഓർത്ത് ശ്രീ അജിത്ത്, അതായത് ഈ കോണ്ടസ്റ്റിൽ നിന്നും മാറുന്നു എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കില്ലെങ്കിലും ഒരു പെൺകുട്ടിയെ, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിച്ചി ചിന്തിയ അധമന്മാർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ അതിനുള്ള മാന്യത ഇല്ലാതെ പോയല്ലോ അങ്ങേപ്പോലെ ഉള്ളവർക്ക്. കാരണം ഈ ബോബി ചെമ്മണ്ണൂര് കോടതിയുടെ പ്രമേയസിലിരിക്കുന്ന ഒരു കേസാണ്. ഈ കേസുകളിൽ എന്താണ് ആദ്യം നിങ്ങൾ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ബോബിയുടെ അഭിഭാഷകനെത്തി. കോടതി അത് ഗൗനിച്ചില്ല. എന്താണ് ഇതിന്റെ വസ്തുത? അല്ലെങ്കിൽ മാന്യനായ വ്യക്തി, അല്ലെങ്കിൽ ഇതിൽ ഒരു അർത്ഥമേ, ഒരു ഗ്രൗണ്ട് വേ ഇല്ല എന്നുണ്ടെങ്കിൽ കോടതി അന്നേ നിങ്ങൾക്ക് ആനുകൂല്യം നൽകുമായിരുന്നു. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ